വ്യത്യസ്തയായ വ്യക്തിയാണ് ഡോക്ടർ E.K. നുസ്രത് ജഹാൻ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്, സനാതന ധർമ്മ പരിഷത്തിന്റെ ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ്, ഒട്ടേറെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മേധാവിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ദില്ലിയിലെ വിവിധ കോർപ്പറേറ്റ് മേഖലകളിൽ പ്രവർത്തിച്ച് ഇന്ന് ദില്ലി രാഷ്ട്രീയത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി സജീവ സാന്നിധ്യമാണ് ഡോക്ടർ നുസ്രത് ജഹാൻ. ഡോക്ടർ നുസ്രത് ജഹാനെ ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാം. നമസ്കാരം. വേണം കോഴിക്കോട്ടെ ഒരു വളരെ യാഥാസ്ഥിതിക മുസ്ലിം പ്രതിനിധീകരിച്ച ഇപ്പോഴും യാഥാസ്ഥിതികത്വം തിരുവിതാംകൂറിൽ കുറഞ്ഞെങ്കിൽ കോഴിക്കോട് മലബാർ മേഖലയിലെ ശക്തമായിട്ട് വേരൂന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് മാഡം ഈ പൊതുരംഗത്തേക്ക് കടമാക്കുക? പൊതുരംഗം കോർപ്പറേറ്റ് മേഖലയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷങ്ങൾ സേഫ് സോണിൽ വർക്ക് ചെയ്ത് അതെല്ലാം യാദൃശികമായി തന്നെ എത്തുന്ന നമ്മളെ തേടി എത്തുക നമ്മളുടെ ഒരു ജന്മഗുണം തന്നെ അത് പറയും. കാരണം ഒന്നും ആഗ്രഹിച്ചോ ഇന്നതാവണം എന്ന് കാൽക്കുലേറ്റോ എയർലൈനിൽ കയറുമ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി വാക്കിൻ ഇന്റർവ്യൂലൊക്കെ കയറി അതിൽ ഒരു ചെറിയ ട്രാഫിക് സ്റ്റാഫ് തൊട്ടിട്ട് കൺട്രി മാനേജർ ഇന്ത്യ ലെവലിൽ വരെ എത്തില്ല. അതൊന്നും പ്രിപ്പയർഡോ അല്ല, അങ്ങനെ പോയുള്ളൂ. അതേപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലം ഇല്ലാതെ ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ കണ്ട. കാരണം ഒരു വിമാനത്താവളത്തിന്റെ പ്രശ്നം വന്നു, പ്രവാസികളുടെ പ്രശ്നം വന്നു. ഒന്നും ഇവരെ ഇങ്ങനെ മാറി വാരി വരുന്ന ആൾക്കാർ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് യൂസ് ചെയ്യാന്നല്ലാതെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ശബ്ദമില്ലാത്തവർക്കൊരു ശബ്ദം തെളിച്ച ഇതിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു. പക്ഷെ അത് എത്തി ഇന്ദ്രപ്രസ്ഥത്തിൽ 2019 കോഴിക്കോട് ലോക്സഭയിൽ നിന്ന് മാഡം മത്സരിച്ചു, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അപ്പൊ കേരളത്തിലെ ഒരു സ്ത്രീ, അതും ഒരു മുസ്ലിം സ്ത്രീ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കോഴിക്കോട് ലോക്സഭാ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെങ്കിൽ നല്ല ചമ്പുറ്റമാണെങ്കിൽ ഒന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, മറ്റൊന്ന് കോഴിക്കോട്ടെ തന്നെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അങ്ങനെ 2019 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കോഴിക്കോട് മത്സരിക്കാൻ മാഡത്തിനെ പ്രേരിപ്പിച്ചത്? അത് അന്ന് കാലിക്കറ്റിൽ ഒരു പ്രധാന ഇഷ്യൂ ഉണ്ടായിരുന്നു. കാലിക്കറ്റ് എയർപോർട്ടിനെ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് വരുന്നത് നിർത്തലാക്കി റൺവേ ക്ലോഷർ ഉണ്ട്. അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി നടക്കുമ്പോൾ, കാരണം എയർലൈൻ മേഖലയിലുള്ള എനിക്ക് അതിൻ്റെ സത്യം അറിയുന്നു. അന്ന് രാഷ്ട്രീയക്കാരത് മോദി 2014 അധികാരത്തിലെത്തിയ മോദി മന്ത്രിസഭയുടെ മേലാണ് അടിച്ചേൽപ്പത്തിനാണ്. അതിൻ്റെ മുമ്പേ ഞാൻ വർക്ക് ചെയ്ത് തൊട്ടേ 2008 പിന്നെ ഈ എയർപോർട്ടുകളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ എയർപോർട്ടുകൾ ഇങ്ങനെ വേണം എല്ലാം തീരുമാനിച്ച് അന്ന് എയർലൈൻ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഇമെയിൽ സർക്കുലർ അത് വെച്ചിട്ട് അത് പുറത്തിറങ്ങി ജനങ്ങളോട് പറഞ്ഞ പ്രവാസികളെ കൂട്ടി ഇതിൽ എന്താണോ രാഷ്ട്രീയക്കാരെ കോഴിക്കോട് എയർപോർട്ടിനെ തകർത്ത് സ്വകാര്യമായി വന്ന് കൊച്ചിയിൽ പണ്ടിറങ്ങി വികസിപ്പിച്ചെടുത്ത ചെയ്യണ കുതന്ത്രങ്ങൾ വെളിച്ചത്ത് പണ്ടുവരാന്ന് വെച്ചാൽ. പക്ഷെ അതിന് ശത്രുത കൂടി മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എന്നോട് വളരെ ശത്രുത. ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. അവരെന്റെ ശത്രുവാകുന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ടെന്നാ. ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലെ മുറ്റത്തെ എയർപോർട്ടിൽ വിദേശത്തിൽ നിന്ന് ഇറങ്ങുന്ന പ്രവാസീനെ ഞാൻ അങ്ങനെ പ്രവാസി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. ഞാനൊരു പ്രവാസിയുടെ മകളാണ്. അപ്പൊ ഇപ്പോഴും അവരെ സെന്റിമെന്റ്സ്, പിന്നെ എയർലൈൻ ഇരിക്കുമ്പോൾ അറൈവലിന് ഡിപ്പാർച്ചറിനും കാണുന്ന ഒരു പ്രവാസമുണ്ട്, അവരുടെ സ്വപ്നങ്ങള് അതെല്ലാം ഇല്ലാതാക്കുന്ന അവർ കണ്ണൂരും മംഗലാപുരത്തും കൊച്ചിയിലും വന്നിറങ്ങേണ്ട ഗതികേട് വരേണ്ട ഒരാവശ്യപ്പെടുത്തില്ല. വിദേശ കമ്പനികൾ കൂടി കൊണ്ടുവരണം. അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് ചെയ്തപ്പോൾ പ്രവാസികൾക്ക് എന്നോടുള്ള ഒരു ഇഷ്ടത്തിൽ നമുക്കൊരു ശബ്ദമായി എന്നൊക്കെ നീന്തൽ അറിയിച്ചു. അത് പ്രവാസി മലയാളി ഫെഡറേഷൻ അത് കഴിഞ്ഞ് രാംദാസ് അഠാവൽ ഇന്ത്യൻ്റെ രജിസ്റ്റർ അയക്കുന്നത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു.
ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. അദ്ദേഹം വന്ന് എന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നയം വെച്ച് എന്നെ സപ്പോർട്ട് ചെയ്യും. മാഡം 2 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതിലൊന്ന് സ്ത്രീ രാഷ്ട്രീയത്തെ തൊടുമ്പോൾ, അതാണ് ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ. പെണ്ണ് രാഷ്ട്രീയം പെണ്ണിനെ പെണ്ണായിട്ട് ഓക്കെ. പെണ്ണ് രാഷ്ട്രീയത്തെ തൊടുമ്പോൾ, പെണ്ണ് രാഷ്ട്രീയത്തെ തൊട്ടാൽ എന്താ സത്യം? പെണ്ണ് രാഷ്ട്രീയത്തെ തൊടുമ്പോൾ പെണ്ണിനെ, കാരണം എല്ലാ ഫീൽഡിലും വരുന്നതുകൊണ്ട് പെണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാൻ തന്നെ അനുഭവിച്ചു. അതിന് മുമ്പ് ഞാൻ 2-3 സിനിമ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇതൊക്കെ ഉണ്ടായില്ല. ചെയ്യുന്നവരൊക്കെ 2 സിനിമ ചെയ്തു. പക്ഷെ അന്നും ഞാൻ കാണാത്ത ശത്രുത, ഞാനൊരു ഇലക്ഷനിൽ മത്സരിക്കാന്ന് പറഞ്ഞില്ല. കാരണം അത് ഒരു പവറാണ്. ബിസിനസ് പവർ ഗെയിം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കി. എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി പിടിപാടൊന്നുമില്ല. ഇവിടെ എന്തോ സംഭവിക്കുന്നില്ല. കാരണം അന്നത്തെ KPCC പ്രസിഡന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാർ സ്ഥാനാർത്ഥി വരെ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പിന്മാറാൻ വന്നില്ല. അപ്പോൾ ഇത്രയും വലിയതാണ് ഒരു പെണ്ണ് ശബ്ദിച്ച. പിന്നെ ഒരു മലബാറി ഒരു മുസ്ലിം സ്ത്രീ അന്ന് അവിടുത്തെ തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും ഒന്നും സമസ്തരിയൊന്നും അനുവാദം ഇല്ലാതെ ശബ്ദിക്കുക, അവിടെ രാഷ്ട്രീയത്തിൽ വരിക എന്നുള്ള അവർ അംഗീകരിക്കില്ല. അവർക്കത് ഭയങ്കര വേദന. അപ്പൊ ആ സംഗതി അവരെന്റെ മേലെ പ്രയോഗിച്ച് എല്ലാവരും സൈപ്പാക്കാം. അപ്പൊ ആ പെണ്ണ് രാഷ്ട്രീയത്തെ തൊടുമ്പോൾ എങ്ങനെയൊക്കെ എന്നെ തകർക്കാൻ നേരത്ത് കുടുംബപരമരക്ക്, സാമ്പത്തിക മരപ്പ്, ലൈഫ് ത്രട്ടന് ഇതുവരെ ചെയ്തു. എത്ര മാനം കെടുത്താൻ പറ്റുമോ സൈഡിനെ വെച്ച് അതുവരെ ചെയ്തു. അപ്പൊ ഒരാണ് അതുപോലെ അന്ന് 14 സ്വതന്ത്ര സ്ഥാനാർത്ഥി കോഴിക്കോട് ഉണ്ടായി. അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എനിക്ക് മാത്രം വന്നു. കലക്ടറെ പേര് പിന്നെ നമ്മൾ പരാതി എഴുതി കൊടുത്തിട്ട് കലക്ടറോ കമ്മീഷണറോ ആ പരാതി സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിക്ക് എഴുതി. എലക്ഷൻ കഴിഞ്ഞ് 28-ാം തീയതിയാണ് എലക്ഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ചെയ്തത്. എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ കാരണം അത്ര പോലും ഞാൻ അനുഭവിച്ചു. സിസ്റ്റത്തിൽ പോലും ആ പെണ്ണിനെ എന്റെ സ്വാതന്ത്ര്യത്തിനെ വിലക്കാൻ മാത്രം ശക്തരാണ് നമ്മളെ മലബാറിലെ ഈ പുത്തരിഞ്ഞത് ഞാൻ മനസ്സിലാക്കി. ഇത് പക്ഷെ ഞാൻ അന്ന് മനസ്സിലാക്കുന്ന എല്ലാത്തോണ്ട് എനിക്കത് പ്രശ്നം വന്നില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം 10 വയസ്സിൽ തൊട്ടേ കാണുന്ന ഈ പെണ്ണിനെ അടിച്ചമർത്തുന്ന സ്വഭാവം കണ്ടതുകൊണ്ട് ഞാൻ തീയിൽ കൊടുത്തതായതുകൊണ്ട് ഞാൻ തളർന്നില്ല. ഞാൻ അന്ന് ആ യാത്ര ഈ ക്വസ്റ്റ് വരെ. അല്ല, നമ്മളെ കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഒന്നുണ്ട്. KR ഗൗരിയമ്മയുണ്ട്, സുശീല ഗോപാലകൃഷ്ണനൊക്കെ അവൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ നിന്നാണ് പറയാം. അതുപോലെ മറ്റൊരുപാട് സ്ത്രീകൾ, ഇപ്പോൾ KK ശൈലജ, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ രാഷ്ട്രീയത്തിലുണ്ട്. അവർക്ക് ആർക്കും നേരിടേണ്ടി വരാത്ത ഒരു എതിർപ്പ് മാഡത്തിന് എങ്ങനെ ഉണ്ടായി? അതെന്ത് കാരണം കൊണ്ടാണ്? അത് തീർച്ചയായിട്ടും ഞാനൊരു മുസ്ലിമായുണ്ട്. മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് അച്ചടക്കം ചിട്ടയോടെ ജീവിക്കുന്ന, അതുകൊണ്ട് അത് എങ്ങനെ പേടിപ്പിക്കാന്നുള്ള ആദ്യം നോക്കി. എന്നെ പേടിപ്പിച്ച് എങ്ങനെ മാറ്റുക, എൻ്റെ സെന്റിമെന്റ്സിനെ എങ്ങനെ വിലക്കെടുക്കുക, ഇതെല്ലാം ചെയ്തിട്ടാണ് അവസാനം ത്രട്ടണിങ് വരെ എത്തണം. അപ്പോൾ അതിൽ ആ ശബ്ദം അങ്ങനെ ഒരാൾ വേണ്ട അവർക്ക്. ആണുങ്ങൾ പറഞ്ഞാൽ മതി, എന്തിനാ പറയണേ? പിന്നെ നമ്മളൊക്കെ ഫാമിലി ഒക്കെ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരുള്ള ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതും വലിയ ഇതാക്കി. അപ്പോൾ അവരുടെ ചിട്ടക്കോ അനുസരിച്ചല്ലാത്ത ശബ്ദം ഉയർത്തുന്ന ആരെയും അവർക്ക് വേണ്ട. പക്ഷെ ജോലി കഴിയുമ്പോൾ ആ കാലത്തൊന്നും ഒരു പ്രശ്നവും അത്ര അനുഭവിച്ചിട്ടില്ല. കാരണം അത് അവർക്ക് നമ്മളെ എന്താണോ നമ്മളെ ഭാഗത്തു നിന്ന് സ്വീകരിക്കാനുള്ളത് എന്ന് സ്വീകരിക്കുന്നിടത്ത് അവർക്ക് പ്രശ്നം. ഇപ്പോൾ ഈ വിഭാഗത്തിന്റെ പകുതി ആൾക്കാരും NDAന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വേണം എന്ത് കാര്യത്തിനും പോയി വിളിക്കും പറയിച്ച്. സൈബർ വിങ് ഒരു ഭാഗത്ത് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഒരു സ്ത്രീ വളർന്നു വരുന്നതിനെ മുസ്ലിം ലീഗിനാണോ അഭിപ്രായ വ്യത്യാസം മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിം ലീഗാ അല്ലേ? ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിറ്റി ഇപ്പൊ അവരെ കയ്യിലല്ലേ. കാരണം സ്വർഗത്തിൽ പോണെങ്കിൽ ആ കോണിയിൽ വോട്ട് ചെയ്യണം. എല്ലാം മതമാണെന്ന് പറയുന്ന ആളാവുമ്പോൾ അവരെന്നല്ലേ കമ്മ്യൂണിറ്റി, എല്ലാം ഇപ്പൊ അവരല്ലേ, സംസ്ഥവരാണ്. ഇപ്പൊ ജമായത്ത് ഇസ്ലാമി വരെ അവരാണ്. അവിടെ പോലും അവരെ ഹൈജാക്കിയത്. ഇപ്പൊ എല്ലാവരും ഒന്നായി ലാസ്റ്റ്. അപ്പൊ നമ്മളെല്ലാം ഒന്നെന്നുള്ള ആ ഒരു ബ്രദർഹുഡ്, അംബേദ്കറിന്റെ ആ ഒരു ഡയലോഗ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ബ്രദർഹുഡ് ലൈഫ് remains inside the community. You will not go beyond brotherhood. അപ്പൊ നമ്മൾ എന്നുള്ള ആ ഒരു വാക്ക് ഇവരെല്ലാം ഒന്നാണ്. അതിൽ ശബ്ദിക്കുന്നതും രാജ്യത്തിന് സംസാരിച്ചാലും ഒക്കെ നമ്മളെ വരും. കാരണം ഞാൻ എൻ്റെ രാഷ്ട്രത്തിനെ സംസാരിക്കാം. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ
അതിപ്പോ ഞാൻ കേരള മുഖ്യമന്ത്രി ആയാലും ഞാൻ എൻ്റെ മുഖ്യമന്ത്രിനെ ചെയ്യേണ്ടത് ഞാൻ അവിടെയും ഞാൻ ചെയ്യുന്നുണ്ട്. രാഷ്ട്രം ഉണ്ടായാലല്ലേ നമുക്കെല്ലാം ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അത്ര എതിരാളിപ്പോ. ഇപ്പോൾ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ ലീഗ് എതിരായതുകൊണ്ടാണോ നുർബിന റഷീദ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, പ്രഗത്ഭ അഡ്വക്കേറ്റ് ആണ്, എനിക്കറിയാവുന്ന ആളാണ്. നുർബിന റഷീദ് കാലിക്കറ്റ് തോക്കാൻ കാരണം ലീഗിന്റെ തോപ്പാണ്. അതെ, ഞാൻ അവര് മത്സരിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ടി വി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നൂർബീന റഷീദിന് അവര് സീറ്റ് കൊടുത്തത് നാട്ടുകാരെ പറ്റിക്കാനാണ്. അവരൊരിക്കലും അവർ ജയിപ്പിക്കൂല, അവരെന്നെ കൊടുക്കില്ല. കാരണം അവിടെ ഒരു സ്ത്രീ വന്ന് അവരുടെ ഒരേ ചെയറിലിരിക്കുന്ന, ഒരേ വരിയിലിരിക്കുന്ന ഒരു സ്ക്രീൻ അവർക്ക് അംഗീകരിക്കാൻ പറ്റും. എത്ര എവിടൊക്കെ പോയാലും നമ്മൾ വിമാനോട്ടുന്ന സ്പേസിൽ പോയി എല്ലാം ചെയ്താൽ അവരൊക്കെ വന്ന് ഇവിടെ പൂക്കളൊക്കെ കൊടുക്കും സ്പേസിൽ പോയവരെ. പക്ഷെ അവരെ സമുദായത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വന്ന് അവരെ കൂടെ ഇതുപോലെ അടുത്ത് തന്നെ അവരെ സമ്മതിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ അവർ ശ്രമിക്കും. അതിനെ അവർക്ക് പേടി. അല്ലാത്ത നിയമസഭയ്ക്കാണ് ഈ പ്രശ്നം വരും. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ 50% സവർണ്ണ സ്ത്രീക്കുണ്ടല്ലോ. മലപ്പുറത്ത് ഒരുപാട് സ്ത്രീകൾ ഇന്നിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നില്ലേ. അത് യാഥാസ്ഥിതികർക്ക് തടയാനൊക്കാത്ത വിധത്തിൽ നിയമനിർമ്മാണ രംഗത്തുണ്ടായ മാറ്റം കൊണ്ട് സംഭവിച്ചതാണ്. അതുപോലെയുള്ള മാറ്റങ്ങൾ വരും. അല്ല, അപ്പോൾ ഒരു മാനസികമായ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു മാഡം പറയും. അതെ, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരാന്ന് വെച്ചാൽ സമയം അവർ ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ച് ആവും. അപ്പൊ ആ സമയത്ത് അവർക്ക് ആവശ്യം ഓപ്പർച്യൂണിസ്റ്റ് എന്ന് നമ്മളെ വിളിക്കേണ്ടി വരിക. സമയം വരുമ്പോൾ ടി വി ഹറാമാണ്, ഇംഗ്ലീഷ് പഠിച്ചാൽ ഹറാമാണ്, എല്ലാം പറഞ്ഞ എലക്ഷൻ ഹറാമാണ് എന്ന് പറഞ്ഞ ആൾക്കാരിന്ന് ഇലക്ഷന് മത്സരിക്കുന്ന സമുദായമാണ് ഞങ്ങളുടെ സമുദായം. ഇപ്പൊ ഞാൻ എൻ്റെ പേര് മാറ്റാൻ ഞാൻ സമുദായം അല്ല പറയും. ഞാൻ ഈ സമുദായത്തിന്റെ അകത്തു നിന്ന് തന്നെ റിഫോർമേഷൻ നടക്കും. അത് ഞാൻ കേരള ജനതയോട് എപ്പം പറയണം. എങ്ങനെ ഒരു പെൺകുട്ടി, കാരണം സമുദായത്തിന്റെ പേര് നമ്മളെ കോളത്തിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു സാധനം, അത് മാറ്റേണ്ട ആവശ്യമില്ല. ഒരാൾക്കും മതപരിവർത്തനത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ. പ്രേമോ പ്രണയമോ ഒക്കെ ആവാം, അതിന് മതം നോക്കണ്ടല്ലോ. കല്യാണം കഴിക്കുക, എന്ത് വേണേ ചെയ്യുക. അതിൽ ഇരുന്ന് സംസാരിക്കാൻ ഒരു പണ്ഡിതന് തയ്യാറാവുന്നില്ല. പെണ്ണിന് ഇത്ര അവകാശമോ ഇല്ല, അവർ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ മുന്നോട്ട് വരട്ടെ, അവർ വർത്താനം പറയട്ടെ. ഇപ്പൊ ചോദിക്കും ഞങ്ങൾ മത്സരിപ്പിച്ചില്ലേ, അവരില്ലേ ഇവിടെ, എന്താ അവർക്കൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു ഉറച്ച ഇസ്ലാം മതവിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ ഈ യാഥാസ്ഥിതികൾക്കെതിരെ ശക്തമായി പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കട്ടെ. അതെ, ആരെങ്കിലും ഒക്കെ ഒരിക്കലും നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കാൻ വരണം. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നല്ല സേഫ് സോണിലൂടെ സഞ്ചരിച്ചു വല്ലതാണ്. പക്ഷെ ഇത്രയും അനുഭവിച്ച് നമ്മൾക്കുണ്ടായ ശക്തി നാളെ വേറൊരു പെണ്ണിനില്ല. ഞാൻ പല കേസുകളും ഞാൻ കാണുന്നത്, ഒരു പെണ്ണിനില്ലാതെ പോകുന്നത്. എത്ര പഠിച്ചാലും അവള് അകക്കൊട്ട് പോണ രാഷ്ട്രീയത്തിൽ വന്ന പെണ്ണുങ്ങളെ പോലും. ഇപ്പൊ പിന്നെ റഷീദിനെ ചോദിച്ചു, അവരെ ജയിക്കാത്ത എന്തുകൊണ്ട്, അവരെ ജയിപ്പിച്ച എന്തെന്ന് കുഴപ്പം, ജയിക്കൂലേ, ഷുവർ സീറ്റ് അല്ലാതെ ലീഗിനൊക്കെ കിട്ടുമ്പോൾ ആർക്കറിയാതെ ഏത് പൊട്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവർ തരാണ്ടിരിക്കുന്ന ആൺകുഴിമ, ആ ഒരു ഇത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയാൽ നമ്മൾക്ക് അവര് പറയുന്നതും ആ ഒരു പാട്രിയാക്കി ആ ഇതൊന്നും മനോഭാവത്തിൽ ഇവർക്ക് ഒരിക്കലും ആകാൻ പറ്റില്ല. അപ്പൊ അത് ഇതിന്റെ അകത്ത് നിന്ന് തന്നെ റിഫോർമേഷൻ വേണം. നുസ്രത് ജഹാൻ എന്നുള്ള പേര് മാറ്റാൻ പറയുക ഓരോരോ സൈബർ അറ്റാക്ക്. അപ്പൊ ഞാൻ പറയും, നുസ്രത് ജഹാൻ എന്നുള്ള പേരിൽ തന്നെ ഭാരതത്തിന്റെ സംസ്കാരം, സ്വന്തം രാജ്യത്തിനോട് ഉള്ള പരിഗണന കൊടുക്കാതെ നമ്മൾ ദേശത്തിന് അന്യ ആൾക്കാരിന് കൊടുക്കുന്ന ആ സ്ഥിതിനെ നമ്മൾ മാറ്റിയെടുക്കുക. നമ്മളെ രാജ്യത്തിനാണ് പങ്കെടുക്കുക, നമ്മളെ സംസ്കാരത്തിന്. ഈ ലോകത്തിൽ നശിക്കാതെ നടക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരത സംസ്കാരം. അതിനെന്തിനാ അവർ പറയുന്നത്? നമ്മളിപ്പോ ഒരു വിളക്ക് കത്തിച്ചപ്പോ എന്താ വരുന്ന അവിടെ? ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശം നമുക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അത് കത്തിച്ചോന് ഹിന്ദുവാണ് തള്ളാൻ ഞാൻ സമ്മതിക്കില്ലല്ലേ. ഞാൻ മുസ്ലിം തന്നെ, പ്രകാശം കത്തിക്കും, വിളക്ക് വയ്ക്കും, പൊട്ട് തൊട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിന്റിൽ വരുന്ന ഒരു പൊട്ടിന് നമുക്ക് എത്രമാത്രം എനർജി ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ഈ വെച്ചിട്ട് ഈ പൊട്ട് തൊട്ട് നോക്കി ഒരാശയം മനസ്സിലാവും. നാളെ ഒരു പെൺകുട്ടി വരെ ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെ ഒരു പൊട്ട് സിതുപോലെ എടുത്തിട്ട് ഇവിടെ കുത്തി വെച്ച് നോക്കിയിട്ട് അവൾക്കുള്ള ചമനം വെച്ച്, അതൊരു എനർജി ലെവലാ. നമ്മൾക്ക് മതമായിരുന്നില്ലല്ലോ നമ്മളെ ഭാരതം. സനാതന ധർമ്മം എന്നുള്ള ഒരു തോട്ട് തന്നെ വരുന്നത് മതമല്ലാത്തോണ്ട് ഈ പോസിറ്റീവ് വൈബില് ജീവിക്കുക. എല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ സയന്റിസ്റ്റൊക്കെ എല്ലാം കണ്ടുപിടിച്ച് ഞാൻ വായിച്ച് അറിഞ്ഞോടത്തോളം വേദങ്ങൾ എനിക്കൊന്നും പുതിയതായിട്ട് കണ്ടുപിടിച്ചു തോന്നുന്നില്ല. എല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിനെ അംഗീകരിക്കുന്ന ഒരു ഹിന്ദുവാവും സംഘടനയാവും RSS ആവും എന്ന് പറയുന്നത് തെറ്റാ.
അതുകൊണ്ട് മുസ്ലിമായി തന്നെ ഇതിലൊക്കെ പ്രവർത്തിക്കേണ്ടത്. ഭർത്താവില്ല നമ്മൾ പറയുന്നത് കേൾക്കുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.